ഞാനേ ഹരിതകർമ്മസേനക്കെതിരെ അവര് എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാത്തതിനെതിരെ പറഞ്ഞിട്ട് അവരെനിക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ കുറച്ച് കൊലപ്പൊക്കെ ഉണ്ടായല്ലോ. ഞാൻ ഏട്ടനോട് പറഞ്ഞ കാര്യമാണ്, നീ അവരെ കുറിച്ചിട്ട് ഞാൻ എന്തും പറയും, പക്ഷെ നീ അവരെ കുറിച്ചിട്ട് ഒരു കാര്യം മിണ്ടരുതെന്ന്. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കെതിരെ പറഞ്ഞാ മതി, അപ്പൊ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലുള്ള പരാതി കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിയാ കൃഷ്ണയുടെ കടയിൽ നടന്ന ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പൊ പിള്ളേരുടെ ഇന്റർവ്യൂസിൽ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും വാദിച്ച് നിൽക്കാൻ പറ്റാണ്ടാന്ന് തോന്നുന്നു. ഏറ്റവും ലാസ്റ്റ് ഇവര് കൃഷ്ണകുമാറിനെയും അശ്വിനെയും പറ്റിയിട്ട് ഇതേ തരത്തിലുള്ള എന്നിട്ട് അവരെ സ്വഭാവം ശരിയില്ല, അവരൊരുമാതിരി പൂവാലമാരുടെ സ്വഭാവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് ശരിക്കും ഞങ്ങളുടെ ഈ പണ്ടത്തെ ഇഷ്ടം അതാ ഓർമ്മ വന്നത്. അപ്പൊ അത് പറയാന്ന് വെച്ചു. പിന്നെ പണ്ടും ഞങ്ങള് ബിസിനസ് ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറയാ, ബിസിനസ് ചെയ്യുന്നവര് എപ്പോഴും ഒന്ന് സൂക്ഷിക്കണം. എല്ലാ എംപ്ലോയീസും ഒരേപോലെയാന്ന് ഞാൻ പറയണില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ഒരു സിനിമയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയൊക്കെ എന്തിട്ട് മോഹൻലാല് മൂർവശിയൊക്കെ ആയിട്ട് നല്ലൊരു സിനിമയാണ്. അപ്പൊ അതില് മോഹൻലാല് ആദ്യം പാർട്ടി പ്രവർത്തകനായിട്ട് നടന്നു, പിന്നെ എന്താ പറയാ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ആയപ്പോ എന്തായാലും ഭാര്യയ്ക്കൊക്കെ മക്കൾക്കും ചെലവിന് കൊടുക്കണ്ടേ, അങ്ങനെ അധ്വാനിച്ച് ഒരു മുതലാളി. അപ്പൊ അവൻ ബൂർഷ്വാസിയായി. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എന്റെ അച്ഛന് ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. എന്റെ അച്ഛൻ പണ്ട് കുറെ പാർട്ടിയുടെ പിന്നാലെയൊക്കെ നടന്ന് നാട്ടില് ഭയങ്കര ബഹളവും പോലീസ് സ്റ്റേഷനിൽ കയറലും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഗൾഫിൽ പോയത്. അങ്ങനെ കുടുംബം നോക്കാൻ തുടങ്ങി, ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കിയപ്പോ അച്ഛൻ എല്ലാവർക്കും ബൂർഷ്വാസിയായി, അധ്വാനത്തിന്റെ വില അറിയാത്തവരായി. അതെന്താ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയണേന്ന് എനിക്ക് മനസ്സിലാവാതെ. ഈ അധ്വാനിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ കാശ് ഉണ്ടാക്കണേ. അംബാനി ആയാലും നമ്മളായാലും ഇടുന്ന വർക്ക് എഫേർട്ട് സെയിം ആയിരിക്കാം, പക്ഷെ അംബാനിക്ക് നമ്മളെക്കാളും കഴിവുള്ളതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ കാശ് സമ്പാദിക്കണം. ഓരോരുത്തരുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുണ്ടാക്കുന്ന അമൗണ്ട്, മാർക്കറ്റിൽ നിന്ന് അവർ എക്സ്ട്രാക്ട് ചെയ്യുന്ന മണി എന്ന് പറയുന്നത്. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുമെങ്കിൽ അതിൽ ഹാപ്പി ആവണം. അല്ലാണ്ട് അസൂയപ്പെട്ടിട്ട് അവൻ ബൂർഷ്വാസിയാണ്, അവന്റെ കാശുണ്ട്, കാശുള്ളവരൊക്കെ ബൂർഷ്വാസിയായിട്ടാ. ഇതിലായിട്ടൊന്നും പറയണ്ട. അപ്പൊ പിന്നെ പീഡനപരാതിയോ ഒരു മാതിരി ആ പെൺപിള്ളേരുടെ എന്താ പറഞ്ഞോ, ഞാനാണ് ദിയര സിറ്റുവേഷൻ എങ്കിൽ, ബിക്കോസ് ഞാനും പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഏതാണ്ട് 6-7 മന്ത്സിലല്ലേടാ നമ്മള് കേസ് കൊടുത്തത്. ഒരു ഇതേമാതിരി ഒരു ലെവലാതിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ദേഷ്യവും എല്ലാം കൂടി വരികയായിരുന്നു. നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കണോ അത്രത്തോളം കുട്ടികൾക്ക് നല്ലതാണ്. അടിപൊളി കൊച്ചാവും പുതിയരെ. അപ്പൊ അത് പേടിക്കണ്ട. അവരുടെ ജീവൻ രക്ഷപ്പെട്ടു, വേറെ ഒരു കൂടുതൽ അപകടത്തിലൊന്നും പോയി പെടാതെ. വീട്ടുകാര് അടുത്തുള്ളത് കൊണ്ടും വീട്ടുകാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് കൊണ്ടും ആണ്. കാരണം ആ 3 പെൺകുട്ടികൾ ചെയ്യുന്നല്ല പറയണത്, പക്ഷെ അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ ഇത്രയും പൈസ ഇൻവോൾവ് ആയ കാര്യമല്ലേ. പൈസ ഇൻവോൾവ് ആവുമ്പോഴാണ് ആൾക്കാരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏട്ടൻ ബിസിനസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്റെ അച്ഛൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഭയങ്കര ചിട്ടയൊക്കെയാണ്. അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്താ പറയാ, നമ്മള് ഫ്രണ്ട്ലി ആവാം. ഞങ്ങൾ ഇത് ബിസിനസ്സിലൊക്കെ ഞാൻ എല്ലാ എംപ്ലോയീസിനോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്ന് വെച്ചിട്ട് അതിര് കടക്കരുത്. നിർത്തേണ്ടോടത്ത് തന്നെ നിർത്തണം. ഇത് ഞാൻ പറയുമ്പോ ഞാൻ ബൂർഷ്വാസി ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലേ കയറി ഇന്ന് നിരങ്ങും. അതാണ് ഇപ്പൊ ഈ ദിയയുടെ കേസിലും കണ്ടത്. ഞങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. അന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാണ് വേണ്ട സ്വാതന്ത്ര്യം, അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. അത് നമ്മൾക്ക് ആരോടും ഇഷ്ടക്കുറവുള്ളതുകൊണ്ട് നമ്മൾ വലിയ സംഭവം നമ്മൾ തന്നെയാണ് അങ്ങനെ വിചാരിക്കുന്നോണ്ടാവില്ല. പക്ഷെ നമ്മള് വിശ്വസിക്കുമ്പോ നമ്മളെ വിശ്വസിക്കുന്ന അത്രയും ഓപ്പോസിറ്റ് ആള് നമ്മളെ വിശ്വസിക്കണം, സ്നേഹിക്കണം. നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. നമ്മളെ ചൂഷണം ചെയ്യാനാണ് ഇഷ്ടം പോലെ പേര് അവിടെ ഉള്ളത്. ലോകം ഭയങ്കര പൊട്ടയാണ്. ഒരിക്കലും നമ്മളുടെ മാതിരി തന്നെയാണ് ബാക്കിയുള്ളവരെന്ന് വിചാരിക്കരുത്. റിച്ച് പുവർ എന്നുള്ളൊരു ഡിഫറൻസ് പാടില്ല. എല്ലാരും ഈക്വൽ ആയിട്ട് കാണണം. അങ്ങനെയാണോ നമ്മളെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കണേ? അല്ല. ഞാനന്ന് പോലീസ് സ്റ്റേഷനിൽ ഈ ഹരിതകർമ്മസേനയിലത്തെ ചേച്ചിമാർക്കെതിരെ പറഞ്ഞപ്പോ അവർക്ക് വാദിച്ച് നിൽക്കാനേ പറ്റില്ല കേട്ടോ. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങള് പാവങ്ങളല്ലേ സർ, അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരല്ലേന്ന്. ഞാൻ അവരെ മോക്ക് തന്നെ ചെയ്യും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള എല്ലാവരും അന്നത്തെ അന്നത്തിന് വേണ്ടി തന്നെ പണിയെടുക്കുന്നവരാ. നേരത്തെ അംബാനിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിരിക്കും അവര് എത്ര എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു. ഞാനും അംബാനി ഇടുന്ന ഫോട്ടോ
എന്നാന്ന് വെച്ചിട്ട് അവനെന്തോരം കാശാണ്, ഞാൻ താഴെ പട്ടിണിക്കാരൻ, ഞാൻ അന്നത്തെ അന്നത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, അവൻ തീരെ അധ്വാനിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോ അതിലെന്താണ് ന്യായമുള്ളത്? അതിലെന്താണ് ഇക്വാളിറ്റി ഉള്ളത്? എന്നിട്ട് പോലീസുകാരും ഒക്കെ ഒയ്യോ പാവങ്ങള്. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് അങ്ങനെ പണിയെടുക്കാത്ത? സാർ അടക്കമുള്ള. അപ്പൊ എനിക്ക് അവിടുന്ന് ധൈര്യം വന്നെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടാ. നമുക്കിട്ടല്ലോ എനിക്ക് കലി നോക്കുമ്പോ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ മുഖത്തൊക്കെയെന്ന് ചോദിച്ചു ആരാണ് ഇപ്പൊ പാവങ്ങളല്ലാത്ത? ഞാൻ എന്താ സാധാരണ വ്യക്തിയാ, ഞാൻ ഏലിയനൊന്നുമല്ല. ഞാനും അതാ എന്റെ വീട്ടിൽ ഞാൻ തന്നെ പണിയെടുക്കണത് കാശുണ്ടാക്കാനായിട്ട്, അല്ലാണ്ട് എനിക്ക് വേറെ ആരും ഫ്രീ ആയിട്ട് കൊണ്ടുവന്നിരുന്നില്ല. ഇവര് മാത്രം പണിയെടുക്കുന്നവര്. എന്റെ പൊന്നോ, എനിക്ക് അതാണ് മനസ്സിലാവാത്ത. വേസ്റ്റ് വർക്കണേ ഇവർക്ക് മാത്രമാണ് പണി, നമുക്കൊന്നും ഒരു പണിയില്ല. വെറുതെ എങ്ങനെ ഇരുന്നാ കാശ് വരും? പൊതുവെ അങ്ങനെയാണല്ലോ, യൂട്യൂബേഴ്സിന് വെറുതെ ഇരുന്നാ കാശ് വരുമല്ലോ. നിങ്ങൾ വെറുതെ ഇരുന്ന് നോക്ക്, നിങ്ങൾ 2-3 വീഡിയോസ് വെറുതെ പോസ്റ്റ് ചെയ്ത് നോക്ക്. യൂട്യൂബിന്റെ കാശ് എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയും. ബാക്കിയുള്ളവന് കണ്ടന്റ് ഉണ്ടാക്കണം, എഡിറ്റ് ചെയ്യണം, ഇതൊന്നും ഒരു പണിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പണിയുടെ കാര്യമല്ല പറഞ്ഞത്, അവരങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ ഒരു ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസറിന്റെ അടുത്തേക്ക് പോയി. ഞാനും വാർഡ് മെമ്പർ പോയി. വാർഡ് മെമ്പറാണ് കേസ് കൊടുത്തത്. അപ്പൊ അവിടെ ഇങ്ങനെ ഈ ഹരിതകർമ്മസേനയുടെ കാര്യമൊക്കെ വാർഡ് മെമ്പർ ഇങ്ങനെ ഇമോഷണലി പറയുന്നു, പാവങ്ങളല്ലേ സാർ. അവരെങ്ങനെയാണ് പാവങ്ങളാവണത്? അവര് പാവങ്ങളാണെങ്കിൽ ഞാൻ എന്താ ഭീകരത്തെയോ? എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഈ പാവങ്ങളുടെയും ഭീകരതകളുടെയും ക്രൈറ്റീരിയ എന്നാണ്. ഫൈനാൻഷ്യലി ലോ, അതായത് ഇപ്പൊ രണ്ടുപേരെ ഇപ്പൊ ഒരു പരാതി ആയിട്ട് വരുമ്പോ പോലീസുകാർ തന്നെ ഡിസൈഡ് ചെയ്യും, അവന് നല്ല ജോലി, നല്ല ശമ്പളം, ഇതിന് അത്രയും നല്ല ജോലിയല്ല, പിന്നെ ശമ്പളവും കുറച്ച്, അപ്പൊ ഈ ശമ്പളം കുറഞ്ഞ ആളുടെ അടുത്തായിരിക്കും ശരി. അങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നേ? എനിക്ക് പറഞ്ഞ ആ പ്രെജുഡിസ്റ്റിക്, ആ മുൻവിധിയോട് കൂടിയിട്ട് ആൾക്കാരെ എന്തിനാണ് നിങ്ങൾ സമീപിക്കുന്നത്? പോലീസുകാരോ ആയാലും ആരായാലും, പോലീസുകാരോടായാലും ഏവത്തും ജനങ്ങളോടായാലും ഞാനതാ ചോദിക്കുന്നത്. ഒരു പ്രോബ്ലം നടക്കുമ്പോ അവന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇപ്പോഴുണ്ട് ജാതി, അയ്യോ അതാണ് മെയിൻ. അതാണ് ഈ ദിയയുടെ കേസിൽ 3 പെമ്പിള്ളേര് പറഞ്ഞ പോയിന്റ് ആണ്. ഞങ്ങള് എന്നിട്ട് ഞങ്ങളുടെ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു. ഇല്ല, നിങ്ങളുടെ ജാതി ഇങ്ങനെയാണ് അധിക്ഷേപമാണ്. എനിക്കതാ മനസ്സിലാവാത്ത കാര്യം. ഒരു നിയമത്തിലുള്ളതാണ് എന്ത് ജാതി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രൈമായിട്ടാ. ആ ദിയയുടെ കേസിൽ ഏറ്റവും വലിയ സംഭവമാണ് ജാതി. നീ ഇനി അത് കോടതിയിലെ ഒബ്ജക്റ്റ് ചെയ്യല്ല. ഒബ്ജക്റ്റ് അതെ ഞാൻ ചെയ്യും. അതല്ലേ ഞാൻ ചോദിക്കട്ടെ, നീ അതാണ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് അത് അധിക്ഷേപമായിട്ട് തോന്നേ? നിങ്ങൾ ജനിച്ച ആ ഒരു എന്താ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ജനിച്ച ജാതി, മതം ഏത് കുന്തായാലും അതിലൊക്കെ നിങ്ങൾ പ്രൗഡ് അല്ലാവേണ്ടത്. ഒരു എണ്ണം പറഞ്ഞ ഞങ്ങളെ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു. എന്തിന് നിങ്ങൾക്ക് അതെന്തിനാ അധിക്ഷേപമാവണേ? അത് അധിക്ഷേപമല്ല, അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഞാൻ ഈ ജാതിയിൽ പറഞ്ഞു വന്നത്. എന്റെ പൊന്നോ, സാക്ഷരത കേരളം തന്നെ. അന്നാ ഹരിതകർമ്മ സേനയിലത്തെ ആ ചേച്ചി ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കലി അങ്ങോട്ട് വന്നിരുന്നു. അയ്യോ ഞങ്ങള് പാവങ്ങളല്ലേ സാറിന്. അതെ, അവർക്കെതിരെ കംപ്ലൈന്റ് പറയുന്നത് നമ്മളെല്ലാരും ഭീകരവാദികൾ. പിന്നെ ഏട്ടാ അവര് പറഞ്ഞൊരു കാര്യം, വെറും 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഈ 50 രൂപ ഞങ്ങക്ക് തരാനാണോടി നീ ഇങ്ങനെ മടിക്കണേ? 50 രൂപ നിങ്ങൾ എനിക്ക് തരുമോ? 50 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്തോരം കഷ്ടപ്പാട് ഉണ്ട്. ആരെങ്കിലും ഫ്രീ ആയിട്ട് ഒരു ചായ ഒരാൾക്ക് മേടിച്ചു കൊടുക്കോ? ഞാൻ പറയാം, ഞങ്ങളിപ്പോ ഒരു ഫംഗ്ഷന് ക്ഷണിക്കുന്നതായാലും ഞങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും തരുന്നതായാലും എന്തുകൊണ്ടാ? ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ അത് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട്, അവർക്കൊരു പ്രൊമോഷൻ ഉള്ളതുകൊണ്ട്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ 4 ആളെ അവരുടെ അങ്ങനെ ഒരു സ്ഥാപനം ഇന്ന ഏരിയയിലുണ്ട് എന്ന് അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ് ആയതുകൊണ്ട്. ഞങ്ങളെ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് വല്ലതും ഫ്രീ ആയിട്ട് തരുള്ളൂ, അല്ലെങ്കിൽ തരത്തൊന്നുമില്ല. വെറുതെ ഞാൻ എത്ര വർഷം, എനിക്കിപ്പോ 34 വയസ്സ്, 34 എനിക്കിപ്പോ 34 വയസ്സായി. ഈ 34 വർഷത്തില് കുറച്ച് നാളെ ഞാൻ വ്ളോഗറായിട്ടുള്ളൂ. അതിന് മുമ്പ് ഒന്ന് ആരും എന്നോട് ഹായ് വസു വാ നമുക്കൊരു ചായ, അല്ലെങ്കിൽ നമുക്കൊരു ഊണ് കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു ബിരിയാണി കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടില്ല. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും? എന്റെ അച്ഛൻ പണ്ടേ പറയായിരുന്നു ഒരു ചായ ഒരാളും ഫ്രീ ആയിട്ട് തരില്ല എന്ന്. അതിപ്പോഴും എനിക്കറിയാം, ഒരാളും എനിക്ക് ഫ്രീ ആയിട്ടൊന്നും തരില്ല. ഞാൻ ഒരു മനുഷ്യനെ വിശ്വസിക്കില്ല എല്ലാരും. ബിക്കോസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇപ്പൊ ഒരാള് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ഞാനിപ്പോഴും ആ സംശയദൃഷ്ടിയോട് തന്നെയാണ് എല്ലാരും കാണുന്നത് ഞാൻ. ബിക്കോസ് ഈ ലോകം അങ്ങനെയാണ് അല്ലേ? അല്ലാണ്ട് നമ്മള് ഒരാൾക്ക് ഫ്രീ ആയിട്ട് വെറുതെ എന്തിനാണ് ഞാൻ കാശ് കൊടുക്കണേ? പിന്നെ ആൾക്കാർ കുറച്ച് ഇച്ചിരി അങ്ങോട്ട് കാശ് കൂടി, അല്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് സമ്പാദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇച്ചിരി സൗകര്യങ്ങളൊക്കെ അവര് വന്നു കഴിഞ്ഞാൽ ഈ കാശ് നിങ്ങൾക്ക് പാവങ്ങൾക്ക് കൊടുത്തുകൂടെയെന്ന്. എന്റെ ദൈവമേ, ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ മൊത്തം ഉണ്ട്. എന്തെങ്കിലും എന്റെ കൊച്ചിന് എന്തെങ്കിലും ഒരു ഡ്രസ്സോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും ഈ കാശൊക്കെ പാവങ്ങൾക്ക് കൊടുത്തുകൂടെയെന്ന്. എന്തിനു ഞാൻ കൊടുക്കണം? ഞാൻ അധ്വാനിക്കുന്ന എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്റെ മോൾക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തു. അപ്പൊ പറയും ഒരു ഫ്രൂട്ട് മേടിച്ചു കൊടുത്താൽ മതിയടാ. അപ്പൊ പറയും
അവർക്ക് പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടേ. ആരാണ് പാവങ്ങൾ? ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരാ. 2 കാലും 2 കൈയും നാക്കും, ഞാൻ നാക്കൊണ്ട് ജീവിക്കണോണ്ടാ പറയണത്, നാക്കും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ ഈ ലോകത്ത് ജീവിക്കാം. 2 കണ്ണും ഉള്ളവർക്ക് ഈ ലോകത്ത് ജീവിക്കാം. എന്ത് പണിയെടുത്തിട്ട് ഈ പണി ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ദുബായിലായാലും ഇവിടെ ആയാലും ഒരു ആരോഗ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഏട്ടാ. എന്നിട്ട് ചുമ്മാ, പക്ഷെ അവർക്ക് ബെഗ് ചെയ്ത് തന്നെ ജീവിക്കണം. അയ്യോ ഞങ്ങള് പാവങ്ങളാണ്. സോ നമ്മള് റൊണാൾഡോ അല്ലേടാ പറഞ്ഞിട്ടുള്ളത്, നമ്മള് പുവറായിട്ട് ബോൺ ചെയ്യുന്നത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ നമ്മൾ പുവറായിട്ട് മരിക്കുന്നത് നമ്മളുടെ കുറ്റം തന്നെയാണ്. റൊണാൾഡോ അല്ല പറഞ്ഞ, ഏതോ ഒരു മനുഷ്യരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. ഞങ്ങൾക്ക് അത്ര റവന്യൂ ഒന്നും കിട്ടാറില്ല. 10 രൂപ കിട്ടിയാലും 5 രൂപയ്ക്ക് ഞങ്ങൾ ജീവിച്ചിട്ട് ബാക്കിയുള്ള 5 രൂപ ഞങ്ങൾ സേവ് ചെയ്യും. അതാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് 10 രൂപ കിട്ടുന്നവൻ 20 രൂപ ലക്ഷറി കാണിച്ചിട്ടല്ല ജീവിക്കേണ്ടത്. ഇത്രയും ഞാൻ പറയാനുള്ള കാരണം, ആൾക്കാരുടെ ആർത്തിയാണ് എല്ലാത്തിനുള്ള കാരണം. തൊട്ടപ്പുറത്തുള്ളതിന്റെ മാതിരി ജീവിക്കണം എന്നുള്ളൊരു ഒരു അസൂയ, അല്ലെങ്കിൽ ഒരു ആർത്തി, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട മെന്റാലിറ്റി, അതാണ് ഈ ദിയയുടെ ഓഫീസ് സ്റ്റാഫായ ആ 3 പെൺപിള്ളേർക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ അവർ ചെയ്തത്. എനിക്ക് ശരിക്കുണ്ടല്ലോ ഇത് കേട്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് കലി അങ്ങോട്ട് വന്നു. എന്താ കലിയും വിഷമവും എല്ലാം വന്നു. ബിക്കോസ് ഇതേ സെയിം സിറ്റുവേഷൻ എന്റെ വീട്ടിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ആ ഫാമിലി എന്തിട്ടാ ഗോ ത്രൂ ചെയ്യുന്നതെന്ന്. സ്റ്റാർട്ടിങ് ഈ പ്രോബ്ലം കേട്ടപ്പോഴേ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇതിൽ ഇവര് മാത്രമല്ല അവരുടെ ഹസ്ബൻഡ്സും ബന്ധുക്കളും എല്ലാവരും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒന്ന് അന്വേഷിച്ചാൽ മതി. പോലീസുകാർ ചെയ്യില്ല, ബിക്കോസ് പോലീസുകാർക്ക് വിഷമമാണ്. പാവങ്ങളല്ല ഏട്ടാ, അന്നത്തെ അന്നത്തിന് വേണ്ടി. ദിയൊക്കെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കാശ് ഇങ്ങനെ ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ ഇങ്ങനെ മറ്റേ ബാനിയൻ ട്രീ ഉണ്ടാവും, അങ്ങനെ പൊട്ടിച്ച് കാശ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ബിക്കോസ് എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ പോലീസുകാരൻ പറഞ്ഞിട്ടുള്ളത്, അവര് പാവങ്ങളാണ്, അവർക്കൊരു 50 രൂപ കൊടുത്താൽ എനിക്ക് എന്താ, ഒരു വേസ്റ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 രൂപയല്ലേ കൊടുക്കണുള്ളൂ. 50 രൂപ സാർ എനിക്ക് തരുമോ ഫ്രീ ആയിട്ട് ഡെയിലി, അല്ലെങ്കിൽ മാസം തരുമോ, അല്ലെങ്കിൽ സാർ കൊടുക്കണം എനിക്ക് ബിഹാവായിട്ട്? എനിക്ക് അങ്ങനെ ചോദിക്കണമെന്നുണ്ടായി, പക്ഷെ ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു അപ്പൊ ഞാനാണ് പാവങ്ങളില്ലാത്ത, ഞാനെതിരെ കംപ്ലൈന്റ് പറഞ്ഞാൽ ഞാൻ എന്താ ഭീകരവാദിയാ? കൊടുത്ത ജോലി ചെയ്യാൻ ആണ് അവരോട് ഞാൻ പറഞ്ഞത്. ഇത്ര എനിക്ക് പറയാനുള്ളത്. നിനക്ക് വേറെ വല്ലത് ആഡ് ചെയ്യണ്ട? ഇല്ല, ഇവന് പറയാത്ത ഞാൻ അലൗ ചെയ്യാറില്ല ഇങ്ങനത്തെ ഈ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ അവൻ പറയാനില്ല. ബിക്കോസ് എനിക്കറിയാം നിന്നെ കുറെ അധികം ആ പോലീസുകാർ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്താണ്. സപ്പോർട്ട് അല്ല, സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇമാതിരി കാര്യങ്ങൾ പറയുമ്പോ ഞാൻ പറയണ്ടേ? തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരാള് മര്യാദയായിട്ട് സംസാരിച്ചു, ഒരാള് മര്യാദയായിട്ട് സംസാരിച്ചില്ല, അത്രേ ഉള്ളോ. പിന്നെ തുടരും സിനിമ കണ്ടിട്ടില്ലേ? പോലീസുകാര് മുന്നേ ചിരിക്കും. പിന്നെ മറ്റേ എന്താ തുടരും സിനിമയിലത്തെ പോലീസുകാരന്റെ പേര് ജോർജ് സാറിനെ കണ്ടപ്പോ എനിക്ക് പലരും ഓർമ്മ വന്നു. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത്രേ ഉള്ളോ. എനിക്ക് ആ ഇഷ്യൂലുണ്ടല്ലോ, ജോലി കൊടുക്കുമ്പോ ശ്രദ്ധിക്കുക. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ എന്താ പറയാ ഫ്രണ്ട്ലി ആവാൻ നിൽക്കരുത്. എന്റെ അനുഭവത്തിൽ എന്ന് പറയാം, നമ്മൾ തിരിഞ്ഞു കുത്തവരും. ബിക്കോസ് നമുക്ക് ഉള്ള നമ്മളുടെ സ്ഥാപനമാര് കാണണം, നമ്മളുടെ എല്ലാവരും ഒരുമിച്ചുള്ള സ്ഥാപനമാര് കാണണം എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കാം. പക്ഷെ അവരങ്ങനെ ചിന്തിക്കത്തില്ല. അവർക്ക് നമ്മളെപ്പോഴും എംപ്ലോയറാണ്, ബൂർഷ്വാസിയാണ്, നമ്മൾ കാശ് കൊടുക്കുന്ന കാശ് പിടുങ്ങുന്നവനാണ്. ഇവന്റെ കേസിലുണ്ട്. ഇവന്റെല്ലോ മുമ്പ് ചെയ്തിരുന്നപ്പോ അവന്റെ ഒരു എംപ്ലോയി ചോദിച്ചു, പ്രോഫിറ്റിന്റെ ഹാഫ് എനിക്ക് തന്നോടെയാണ്. ഒന്ന് ആലോചിച്ചോക്ക്. കൂടുതൽ അതാണ്. അപ്പൊ ശരി, ഇത്രയുള്ള കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.